ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിയന്നയിൽ ഊഷ്മള വരവേൽപ്പ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രയത്നങ്ങൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ്. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഇന്ന്. ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ 6 for ജസ്റ്റിസിന്റെ വിലക്ക് 5 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീറിനെ നിയമിച്ചു. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിയന്നയിലെത്തി. ഓസ്ട്രിയയിലെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. 41 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെലനുമായും ചാൻസലർ കാൾ നെഹാമറുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രിയൻ ചാൻസലർ ഒരുക്കിയ അത്താഴ വിരുന്നിലും ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യയും ഓസ്ട്രിയയും ആഗോള നന്മയ്ക്കായി ഒരുമിച്ച് പ്രയത്നിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്ന ആത്മവിശ്വാസം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ലഭ്യതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളിൽ റഷ്യൻ പിന്തുണ ഇന്ത്യയ്ക്ക് സഹായകരമായതായി അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദം ഇരു രാജ്യങ്ങളും നേരിടുന്ന വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ശ്രീ മോദി എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നതായും പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. റഷ്യൻ ഫെഡറേഷന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലെ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൌഹൃദബന്ധം വളർത്തിയെടുക്കുന്നതിനുമുള്ള ശ്രീ മോദിയുടെ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി സമ്മാനിച്ചത്. 140 കോടി ഇന്ത്യക്കാർക്കുള്ള ബഹുമതിയാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2030ഓടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൺ ധാരണയായി. ഇന്നലെ നടന്ന 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലാണ് ധാരണ. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംയുക്തമായി അധ്യക്ഷത വഹിച്ച ഉച്ചകോടിയിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള 9 കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചു. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, കാർട്ടോഗ്രഫി, ധ്രുവങ്ങളെ സംബന്ധിച്ച ഗവേഷണം, നിക്ഷേപം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രസാർ ഭാരതിയും TV നൊവോസ്തിയും തമ്മിലുള്ള സംപ്രേക്ഷണ മേഖലയിലെ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവച്ചു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പൌരന്മാരെ വിട്ടയക്കണമെന്ന വിഷയം പ്രധാനമന്ത്രി ചർച്ചയിൽ ഉന്നയിച്ചു. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കിഴക്കൻ ഇടനാഴി സംബന്ധിച്ച് ഇരു നേതാക്കളും സംസാരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു. ഇന്ത്യ യുറേഷ്യൻ സാമ്പത്തിക വ്യാപാര ചരക്ക് ഉടമ്പടി ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പരസ്പര സഹകരണത്തോടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പിന്റെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷയ്ക്കും എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും വിദ്യാഭ്യാസത്തിൽ നൽകേണ്ട പ്രാധാന്യം 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നിപ്പറഞ്ഞിട്ടുണ്ടെന്നും ശ്രീ പ്രധാൻ വ്യക്തമാക്കി. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പശ്ചിമ ബംഗാളിലെ 4, ഹിമാചൽ പ്രദേശിലെ 3, ഉത്തരാഖണ്ഡിലെ 2, ബീഹാർ, മധ്യപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഒരിടത്തുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം തുടരുന്നു. ഇന്ന് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെയും 2016 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളെയും സംബന്ധിക്കുന്ന ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള കേരള ധനകാര്യ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപവും അനന്തര ഘട്ടങ്ങളുമാണ് സഭ ഇന്ന് പരിഗണിക്കുക. സമ്മേളനം നാളെ അവസാനിക്കും.
നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിൽ ബീഹാറിൽ നിന്ന് സിബിഐ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. സിബിഐ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഖലിസ്ഥാനി അനുകൂല സംഘടനയായ 6-4 ജസ്റ്റിസിന്റെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. UAPA നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യസുരക്ഷ, ഐക്യം എന്നിവയെ ബാധിക്കുന്ന തരത്തിൽ സംഘടന പ്രവർത്തിച്ചതായി സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച ഗുർപന്ത് വന്ത് സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് 6-4 ജസ്റ്റിസ്. 2019 കേന്ദ്രം 6-4 ജസ്റ്റിസിന് നിരോധനം ഏർപ്പെടുത്തിയത്. 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 84 റണ്ണെടുത്തു. മറുപടി ബാറ്റിംഗിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 10.5 ഓവറിൽ ഇന്ത്യ വിജയം കാണുകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീറിനെ പ്രഖ്യാപിച്ചു. BCCI സെക്രട്ടറി ജയ് ഷയാണ് ഇന്നലെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ രാഹുൽ ദ്രാവിഡിന് പകരമാണ് ഗംഭീർ പരിശീലകനാകുന്നത്. 2024 ജൂണിലെ മികച്ച ICC താരമായി ഇന്ത്യൻ പേസ് ബൌളർ ജസ്പ്രീത് ബുംറയെയും ഇന്ത്യൻ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ മാസം നടന്ന ICC 2020 ജസ്പ്രീത് ബുംറയുടെ മികച്ച ബൌളിംഗ് പ്രകടനം ടീമിനെ ലോകകപ്പ് ഉയർത്താൻ സഹായിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരങ്ങളിലെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിനാണ് സ്മൃതി മന്ദാനയുടെ നേട്ടം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് നടക്കും. സിംബാബ്വെയിലെ ഹരാരെയിൽ വൈകിട്ട് 4:30 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച പരമ്പരയിൽ മുന്നേറാനാണ് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള യുവ ഇന്ത്യൻ നിര ലക്ഷ്യമിടുന്നത്. യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ. സെമിയിൽ ഫ്രാൻസിനെ 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. ഇന്ന് രാത്രി 12:30 നടക്കുന്ന നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് സെമിയിലെ വിജയികളാകും ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ. കോപ്പ അമേരിക്ക ഫുട്ബോൾ സെമിയിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തളച്ച് അർജന്റീന ഫൈനലിൽ. ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും ഓരോ ഗോൾ വീതം നേടി. നാളെ നടക്കുന്ന 2ാം സെമിയിൽ യുറുഗ്വേ കൊളംബിയയെ നേരിടും. ഉത്തർപ്രദേശിലെ നദീതീരങ്ങളിൽ വെള്ളപ്പൊക്ക ദുരിതം രൂക്ഷമായി തുടരുന്നു. വെള്ളപ്പൊക്കം കൂടുതൽ നാശം വിതച്ച പീലിഭീത്, ലഖിംപൂർ ഖിരി ജില്ലകളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് എന്നിവർ ഇന്ന് സന്ദർശനം നടത്തും. വ്യോമമാർഗം പ്രദേശം വീക്ഷിക്കുന്ന അവർ ദുരിതബാധിതരെ നേരിൽ കാണുകയും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യും. പീലിഭീത് വഴിയുള്ള ട്രെയിൻ ഗതാഗതം 2 ദിവസമായി മുടങ്ങിക്കിടക്കുകയാണ്. റോഡ് ഗതാഗതത്തെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. വെള്ളം കയറിയതിനെ തുടർന്ന് നഗരപ്രദേശത്തെ പല സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ആത്മസമർപ്പണത്തോടെ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും വിജയിക്കാൻ കാരണമായതെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ. BJP സംസ്ഥാന വിശാല നേതൃയോഗത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കാൻ സാധിച്ചതിൽ സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ അദ്ദേഹം അനുമോദിച്ചു. വ്യാജ ഉപഭോക്താക്കളെ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് LPG ഉപഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത തിരിച്ചറിയൽ ഉറപ്പുവരുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഗ്യാസ് ഏജൻസികളിലെ LPG മസ്റ്ററിംഗിൽ അനുഭവപ്പെടുന്ന തിരക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ കത്തിന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിയന്നയിൽ ഊഷ്മള വരവേൽപ്പ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രയത്നങ്ങൾക്ക് നന്ദി അറിയിച്ച റഷ്യൻ പ്രസിഡന്റ്. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഇന്ന്. ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ 6-4 ജസ്റ്റിസിന്റെ വിലക്ക് 5 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീറിനെ നിയമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.